വയനാട് ദുരന്തത്തിൻ്റെ 2ാം വാർഷികത്തിലും പ്രതീക്ഷകളുടെ മണ്ണിൽ നിരാശയായി വയനാട് മെഡിക്കൽ കോളേജ്. ദുരന്തകാലത്ത് ഏറെ ചർച്ചയായ സമഗ്ര ചികിത്സാ സംവിധാനമെന്ന വാഗ്ദാനം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. വയനാട്ടുകാരുടെ പ്രധാന ആശ്രയമായ മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു നോക്കുകുത്തി മാത്രമാണ്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ബോർഡുകളിൽ മാത്രമാണ് ഈ മെഡിക്കൽ കോളേജ് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. കാരണം ആവശ്യത്തിന് മരുന്നില്ല, ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു, അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള വലിയ ചോദ്യമല്ലേ ഉയരുന്നത്? മെഡിക്കൽ കോളേജ് ഇവിടെ പേരിന് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്താണ് ഈ മെഡിക്കൽ കോളേജ് വന്നത്. നാളിതുവരെ ആയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു അടിസ്ഥാന സാധാരണ ചെറിയ ആശുപത്രിയിലുള്ള ഒരു ജനറൽ ആശുപത്രിയിലുള്ള സൗകര്യങ്ങൾ പോലും മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഗതികേടാണുള്ളത്. ഇപ്പോഴും നിരന്തരം ഈ റോഡും ബ്ലോക്കും കാര്യങ്ങളും ചുരത്തിൻ്റെ ബ്ലോക്കൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് അവിടെ പോലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജ്. പാരസെറ്റമോൾ മാത്രമല്ല, സിറിഞ്ച് പോലും ആ ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു സാഹചര്യമുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് വേണ്ട ഒരു സംവിധാനവും ആ മെഡിക്കൽ കോളേജിലില്ല. വെറും ഫ്ലെക്സിൽ ഒതുക്കിയിരിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആകെ വലഞ്ഞിരിക്കുകയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ ഒരു മുള്ളു കുത്തി മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നത് ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ വയനാട് ജില്ലക്കാർക്കുണ്ട്. കാരണം വയനാട് ജില്ലക്കാർക്ക് ഈ ഏറ്റവും ബുദ്ധിമുട്ടുന്ന അവർ ഈ ആരോഗ്യ മേഖലയിലാണ്. പക്ഷേ ഈ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴും ഒരു വ്യക്തമായിട്ടൊരു നല്ലൊരു രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഈ വയനാട് ജില്ലയിൽ കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധം ഇനി അങ്ങോട്ട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുതന്നെ തന്നെ ഒരു റെഫറൽ ആശുപത്രിക്ക് അപ്പുറത്തേക്ക് ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ഈ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ മാറ്റം വയനാട്ടിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ മാറിയിരിക്കുകയാണ്.